ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്റെ സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്നു എന്ന ആരോപണവുമായി സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടന ചടങ്ങിന് പോകാത്തതിന് പ്രതികാരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ പേര് വലിച്ചിഴച്ച് അവഹേളിക്കുന്നുവെന്നാണ് പരാതി. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നും ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം? ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ നടി ഇടാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതിനൊപ്പം തന്നെ നിയമ നടപടിയും ആലോചിക്കുന്നുണ്ടോ ശ്രീകാന്ത്? ഹണി റോസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് സമയം മുമ്പാണ് വന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വ്യക്തി പല ചടങ്ങുകളിലും തന്നെ പിന്തുടർന്ന് വരികയും അവിടെ കയറുകയും തന്നെ ആ വേദിയിൽ വെച്ചൊക്കെ അപകീർത്തിപ്പെടുത്താൻ, അപമാനിക്കാൻ, ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നും അവർ പറയുന്നു. ഇതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയിരുന്നു. അവിടെ വെച്ചും അപമാനം നേരിട്ടു. പിന്നീട് ഇദ്ദേഹം വിളിക്കുമ്പോൾ മറ്റൊരു പരിപാടിക്കും പോകാതെയായി. അതിന്റെ വൈരാഗ്യം എന്നോണമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് സംശയിക്കുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പണം കൈവശമുണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരത്താൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല എന്നവർ പറയുന്നു. നിയമപരമായി തന്നെ ഇതിനെ നേരിടും എന്ന സൂചന കൂടി അവർ നൽകുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ആരാണ് എന്നവർ പറയുന്നില്ല. പക്ഷേ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന വ്യക്തി എന്നവർ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. ചെറിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം? എന്താണ് ശ്രീകാന്ത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു എന്ന് അവർ എഴുതിയിട്ടുണ്ട്. പ്രസ്തുത വ്യക്തി പിന്നീട് പല ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന് അവർ ചോദിക്കുന്നു. അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും ഇതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നവർ പറയുന്നു. ഇതൊക്കെ താൻ വ്യക്തിപരമായി എടുത്താൽ ഇത് തള്ളിക്കളയുക. തുടരുക. ഇപ്പോൾ ഹണി റോസ് തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹണി റോസ്, ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വരികയും അത് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം അതാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുന്നത്. സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്നു, ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നു, ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതിച്ചതിന് പ്രതികാരം തീർക്കുന്നു, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് പൊതുസമൂഹത്തോട് പറയാനുണ്ടായ സാഹചര്യം എന്താണ് ഹണി റോസ്? അല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായ കാര്യം ഞാൻ പറയുകയായിരുന്നു. അത് ആ പോസ്റ്റിലെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ അതിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിലവിൽ നിയമ നടപടികൾ എന്നതിനൊക്കെ മുന്നോടിയായി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ, ഈ വ്യക്തിക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ചെയ്യണം എന്ന് തോന്നി അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ പോസ്റ്റിൽ. പക്ഷേ സാധാരണ നിലയിൽ ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഒരാൾ അപമാനിക്കാൻ ശ്രമിക്കുന്നു, സ്വാഭാവികമായും അത് നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ ഹണി റോസ്? അതിന്റെ നമുക്ക് നോക്കാം. ഫ്യൂച്ചറിൽ അതിൽ ഡിസ്കഷൻസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി അതിന് വീണ്ടും തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് തന്നെ ആയിരിക്കും പോവുക. നിലവിൽ ആ വ്യക്തി ആരാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഞാനിപ്പോ ആ ഒരു പോസ്റ്റ് ഇട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വേറെ അതിലേക്ക് ഇനി കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. ഇങ്ങനെ ഈ വ്യക്തിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആശയവിനിമയം നടത്തിയിരുന്നു, ഇത് അവസാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ? തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അവരുടെ മാനേജേഴ്സ് വഴിയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിലും. അത് വീണ്ടും മുമ്പോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ നിർത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും പക്ഷേ പിന്നീട് അത് നിർത്തുന്ന തരത്തിലുള്ള ഇടപെടലൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും അത് വീണ്ടും അത് ഡ്രാഗ് ചെയ്ത് പോകുന്നു നമ്മൾ കണ്ടതുകൊണ്ടാണ്. നമുക്ക് പേഴ്സണലി അത് നമ്മളെയും നമ്മുടെ ഫാമിലിയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്ന് കണ്ടതിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു റീസൺ. നിയമ നടപടി ഉടൻ ആലോചിക്കുന്നുണ്ടോ അതോ ഇനിയും ആ വ്യക്തിയുടെ സമീപനം എന്താണ് എന്നുള്ള കാര്യം അതൊക്കെ ആലോചനയിലുണ്ട്. ഫ്യൂച്ചറിൽ മാത്രമേ അത് ഒക്കെ ഡിസിഷൻ എടുക്കുള്ളൂ.
ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹണി റോസ്, സിനിമാ താരം, നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇത് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തൻ്റെ സ്ത്രീത്വത്തെ നിരന്തരം ഒരാൾ അപമാനിക്കുന്നു എന്ന ആരോപണമാണ് സിനിമാ താരം ഹണി റോസ് ഉയർത്തുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നു. അത് ആ വ്യക്തിയോട് തന്നെ ഇത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം പല ആളുകൾ വഴി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും ഇതേ സമീപനവുമായി അയാൾ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് പൊതുസമൂഹത്തോട് പറയാൻ തീരുമാനിച്ചത് എന്നാണ് ഹണി റോസ് വിശദീകരിക്കുന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ ഹണി റോസ് വ്യക്തമാക്കുകയായിരുന്നു ഇത് നേരത്തെ തന്നെ ഈ വ്യക്തിയോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്, ഇത്തരത്തിലുള്ള അവഹേളനം ഒഴിവാക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നിയമ നടപടി എന്നുള്ളത് ആലോചനയിലുണ്ട് എന്നാണ് ഹണി റോസ് വിശദീകരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ് റീജിത്ത്. കാരണം ഇത് കേസുമായി അവർ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി അവരാരെയാണോ ഉദ്ദേശിച്ചത് ആ പറഞ്ഞ വ്യക്തി അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത് ആരാണ് എന്ന് ഹണി റോസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ തന്നെ നമുക്കത് ആരാണ് എന്ന പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവർ ചില സൂചനകളൊക്കെ നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പേരെന്താണ് എന്ന് നമുക്കും നൽകാൻ സാധിക്കൂ. പക്ഷേ അതാരായിരുന്നാലും അവർ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നിയമത്തിൻ്റെ പരിധിയിൽ അദ്ദേഹത്തിന് കഠിനമായ ശിക്ഷ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളതിൽ സംശയം വേണ്ട. ഒരുപക്ഷെ അവർക്ക് അതിൻ്റെ തെളിവുകളൊക്കെ തന്നെ അവരുടെ കൈവശം കാണും. അതേ തുടർന്നായിരിക്കാം അവർ ശക്തമായി ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഹണി റോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയുമായിരുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്ന് ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ ചോദിക്കുന്നുണ്ട്. നിരന്തരമായി ഇത്തരം അപമാനം നേരിടേണ്ടി വരുന്നു. ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തി ആരാണ് എന്നുള്ള കാര്യം ഹണി റോസ് വിശദീകരിക്കുന്നില്ല. ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനിയും ഇത്തരത്തിലുള്ള സമീപനം തുടർന്നാൽ നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് ഹണി റോസ് വിശദീകരിക്കുന്നുണ്ട്. ശ്രീകാന്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.